നിങ്ങൾ ചപ്പാത്തി ഒന്ന് ഈ രീതിയിൽ ചുട്ടുനോക്കൂ. സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുത്താൽ മതി. കുഴച്ചെടുത്ത മാവ് ഒരു 10 മിനിറ്റ് നേരം മാറ്റി വയ്ക്കാം. അതിനുശേഷം അത് പരത്തി ചുട്ടെടുക്കാം. ഇത് പരത്തിയെടുക്കുന്നതിലാണ് ഒരു പ്രത്യേകത. ഈ ചപ്പാത്തി പരത്തി ചുട്ട് കഴിഞ്ഞാൽ പോക്കറ്റ് പോലെ തന്നെ കിട്ടും. ഇനി പരത്തിയ മാവ് നമുക്ക് സാധാരണ ചപ്പാത്തി പരത്തുന്നത് പോലെ ഒന്ന് പരത്തിയെടുക്കാം. അത് പരത്തിക്കഴിഞ്ഞാൽ ഈ രീതിയിൽ ഒന്ന് നടുപിടിച്ച് ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കണം. അതിനുശേഷം അതിനു മുകളിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം. പിന്നെ അതിനുശേഷം കുറച്ച് പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി 2 ഭാഗവും മടക്കി ഒന്നിച്ച് ചേർക്കാം. ഒന്നുകൂടി പരത്തിയെടുക്കാം. പിന്നെ നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തിയെടുക്കുന്നത് പോലെ പരത്തി ദോശക്കല്ലിൽ ചുട്ടെടുക്കാം. ഇനി ഞാനിത് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇതുപോലെയാണ് ഉണ്ടാവുക. ഒന്ന് നിങ്ങളും ഇതുപോലെ ചപ്പാത്തി ചുട്ടു നോക്കൂ. സൂപ്പർ ചപ്പാത്തിയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.